ലക്ഷദ്വീപിലേക്കുള്ള കൊച്ചി അഗത്തി അലയൻസ് എയർ വിമാനം ഇന്ന് മുടങ്ങി. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട വിമാനം അഗത്തിയിൽ ഇറക്കാനാകാതെ കൊച്ചിയിൽ തന്നെ തിരിച്ചിറക്കുകയായിരുന്നു. വിമാനത്തിൽ നിന്നിറങ്ങാതെ യാത്രക്കാർ പ്രതിഷേധിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഇതെന്തുകൊണ്ടാണ് അഗത്തിയിൽ വിമാനം ഇറക്കാൻ കഴിയാതെ പോയത്? ഈ പ്രതിഷേധം ഇപ്പോഴും ഉണ്ടോ നിതിൻ? ലക്ഷദ്വീപിലേക്കുള്ള യാത്രക്കാർ വലിയ ദുരിതത്തിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്നലെയും സമാനമായി തന്നെ കൊച്ചിയിൽ നിന്ന് അഗതിയിലേക്കുള്ള വിമാനം, അലയൻസ് വിമാനം, അത് എയർ വിമാനം, അത് റദ്ദാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 9 മണിക്ക് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട വിമാനം ലക്ഷദ്വീപ് എത്തിയെങ്കിലും അവിടെ അഗതിയിൽ ഇറക്കാനാകാതെ തിരിച്ച് കൊച്ചിയിൽ തന്നെ തിരിച്ചിറക്കുകയാണ് ചെയ്തത്. മോശം കാലാവസ്ഥയെ തുടർന്നാണ് വിമാനം അഗതിയിലേക്ക് ലാൻഡ് ചെയ്യാൻ കഴിയാതിരുന്നതാണ് എയർലൈൻസ് അധികൃതരുടെ ഭാഗത്തുനിന്ന് വിശദീകരണം നൽകുന്നത്. അതേസമയം തന്നെ യാത്രക്കാരുടെ ഭാഗത്തും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. മറ്റ് വിമാന സർവീസുകൾ എല്ലാം തന്നെ അഗതിയിലേക്ക് നടത്തുന്നുണ്ട്. പക്ഷേ അലയൻസ് എയർ മാത്രം ഇത്തരത്തിൽ കൊച്ചിയിൽ നിന്ന് അഗതിയിലേക്ക് വിമാനം ലാൻഡ് ചെയ്യുന്നില്ല എന്നാണ് യാത്രക്കാരെല്ലാം തന്നെ വലിയ പരാതിയായി ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ഒരു വിമാനം തിരിച്ച് കൊച്ചിയിലേക്ക് ഏതാണ്ട് 11 മണിക്കൂർ തന്നെ എത്തിയിരുന്നു. അതിനുശേഷം യാത്രക്കാർ വിമാനത്തിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. നിലവിൽ ഇപ്പോൾ വീണ്ടും വിമാനം പുറപ്പെടുമെന്ന വിവരം എന്തായാലും യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അത് എപ്പോൾ പുറപ്പെടുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ മണിക്കൂറുകളോളമാണ് യാത്രക്കാർ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഏതാണ്ട് 50ഓളം യാത്രക്കാരാണ് കൊച്ചിയിൽ നിന്ന് ഇന്ന് അഗതിയിലേക്ക് ഈ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടിയിരുന്നത്. പലരും ഇപ്പോൾ വലിയ പ്രതിഷേധം അവിടെ ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനും തന്നെ വിമാനം വീണ്ടും പുറപ്പെടുമെന്നൊരു വിവരം എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് എപ്പോൾ ഏത് സമയത്തും എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും വലിയ പ്രതിഷേധത്തിലാണ് യാത്രക്കാരും. വലിയ പ്രതിസന്ധി ഇപ്പോൾ ആയിരിക്കുകയാണ്. ഇന്നലെയും സമാനമായി തന്നെ വിമാനം തുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.